കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 30 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3-ാം ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനമിട്ട് പണിതുയർത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്നത്തെ വായനകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ക്രിസ്തീയ ജീവിതം അതിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. വീട് പണിയുമ്പോൾ അതിന് നല്ല അടിസ്ഥാനമിട്ടാണ് നമ്മൾ വീട് പണിയാറുള്ളത്. വലിയ കെട്ടിടങ്ങളാണെങ്കിൽ തന്നെ നല്ല അടിസ്ഥാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാകാൻ, നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന യാക്കോസ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ വളരെയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ പാപം, മനുഷ്യൻ്റെ ദുരാശ വലിയ ദുരന്തത്തിന് കാരണമാകും. ഫാത്തിമ സന്ദേശം നമുക്കറിയാമല്ലോ. ഫാത്തിമയിൽ മാതാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, യുദ്ധങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യൻ്റെ പാപമാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ അനുതപിച്ച് നന്മയിലേക്ക് വരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ യുദ്ധങ്ങൾ ഉണ്ടാകാം. പറയുണ്ട് നമ്മുടെ പാപത്തിന് അതിൻ്റെ ഒരു പരിണിതഫലമായിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിലൊന്നാണ് ദുരിതം, ക്ലേശം, വിനാശം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാപം കൊണ്ടുവരും എന്നുള്ളത് കൃത്യമായിട്ട് യാക്കോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ യാക്കോബ് 4:6 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളെ കർത്താവ് എതിർക്കുന്നു, വിനയമുള്ളവരെ അനുഗ്രഹിച്ചുയർത്തുന്നു. പറയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമുള്ളവരായി മാറുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് നമ്മളെന്ന് പറയാൻ പറ്റുക. ജെറമ്യായുടെ പുസ്തകം 50:31 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. ഈ 2 വചനങ്ങളും എത്ര കൃത്യതയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരിക്കെതിരാണ് ദൈവം. ദൈവം നമുക്കെതിരായ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ലോകം മുഴുവൻ നമുക്കെതിരായാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ലോകത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല, ദൈവത്തിന് നമ്മെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ദൈവം നമുക്കെതിരായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവം എതിരാകാതെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. ദൈവം സത്യമാണ്, യേശു വഴിയും സത്യവും ജീവനുമാണ്. ഇതെല്ലാം വചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പറയുണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ. വിശുദ്ധ തോമസ് അക്വീനാസ് സൂചിപ്പിച്ചൊരു കാര്യം, സത്യസന്ധമല്ലാത്ത ഹൃദയം കൊണ്ട്, സത്യമില്ലാത്ത ഹൃദയം കൊണ്ട് നീ ഏത് കൂദാശയിൽ പങ്കെടുത്താലും ആ കൂദാശയുടെ സൽഫലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരണമെന്നില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ഓരോ ക്രിസ്ത്യാനിയും പരിശ്രമിക്കണം. അതിന് വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും സത്യം വിട്ട് ഒന്നിലേക്കും പോകരുത് എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ പക്ഷത്ത് ദൈവമുണ്ടാകും. നമുക്കറിയാലും വചനം പറയുന്നൊരു കാര്യമാണ്, നിഷ്കളങ്കരായി സത്യസന്ധരായിട്ട് ജീവിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണേലും സത്യസന്ധരാണെങ്കിൽ നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത് കർത്താവ് നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സാത്താനെ ചെറുത്തു തോൽപ്പിക്കണം. സാത്താനെ മെരുക്കുന്നവരായിട്ട് മാറരുത് ക്രിസ്ത്യാനികൾ, ചെറുത്തു തോൽപ്പിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ സാത്താനെ ചെറുത്ത് നിന്നാലേ അവൻ വിട്ടുപോകത്തുള്ളൂ. അവനൊരു പ്രലോഭനം തരുമ്പോഴേ നമ്മളതിന് കീഴ്പ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് തന്നുകൊണ്ടിരിക്കും. അതിന് പകരം ചെറുത്ത് നിൽക്കുകയാണെങ്കിൽ ഏതാനും പ്രാവശ്യം അവൻ പരിശ്രമിച്ചിട്ട് ഈ പ്രലോഭനം ഒന്ന് ഇവരുടെ അടുത്ത് നടക്കുകയെന്ന് കണ്ടാൽ അവൻ വിട്ടുപോകും, അടുത്ത ആളെ തേടിപ്പോകും. പറയുണ്ട് സാത്താനെ ചെറുത്ത് തോൽപ്പിക്കണം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആവശ്യം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതോടൊപ്പം വചനം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നാലുള്ള ഗുണം, ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും. ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടാൽ സാത്താൻ ആ വഴിക്ക് വരാൻ പോലും ഭയപ്പെടും. കാരണം അവൻ ഈ ദൈവം സാത്താനെ പരാജയപ്പെടുത്തിയവനാണ്. പറയുണ്ട് കർത്താവിൻ്റെ ആ ഒരു കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോഴാണ് സാത്താൻ നമ്മെ വിട്ടുപോകുന്നത്, പ്രലോഭനങ്ങൾ നമ്മളെ വിട്ടുപോകുന്നത്, ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന അവസാനിച്ചത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക, വിനയമുള്ളവരാകുക, അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും. നമുക്കറിയാമല്ലോ, എളിയവരുടെ ജീവിതം കർത്താവിന് പ്രീതികരമാണ്, ദൈവം അവരെ അനുഗ്രഹിച്ചുയർത്തും. എളിയവരുടെ പ്രാർത്ഥന വളരെ മൂർച്ചയുള്ള പ്രാർത്ഥനയാണ്. പ്രഭാഷകൻ 35:21 വായിച്ചാൽ, വിനീതരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പറയുണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, അല്ലാതെ ലോകം പറയുന്ന അനുസരിച്ചല്ല. ചില കാര്യങ്ങളൊക്കെ നേരെ വിപരീതമാണ്. നമ്മൾ കണ്ടല്ലോ, ശിഷ്യന്മാരുടെ ഇടയിൽ പോലെ ഒരു ഡിസ്കഷൻ, ആരാണ് നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? എനിക്കാണോ നിനക്കാണോ കൂടുതൽ വില? എനിക്കാണോ നിനക്കാണോ കൂടുതൽ സ്വീകാര്യത? ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. ഇനി അവർ പ്രൈവറ്റായിട്ട് ഡിസ്കസ് ചെയ്തത് കർത്താവ് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ദൈവത്തിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾ, പ്രഭാഷകൻ 42:20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ചിന്ത ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കണേ. നീ സംസാരിച്ചതെല്ലാം ദൈവം കേട്ടു. ദൈവം കേൾക്കാതെ, ദൈവം അറിയാതെ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റിയാലെന്ന് പറയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നു, പലരും ലോകത്തിൻ്റെതായി ചിന്തിക്കുന്നവർക്ക് അവർക്ക് സഹനങ്ങൾ, ത്യാഗങ്ങൾ അതൊന്നും അവരുടെ ഡിക്ഷണറിയിലില്ല. യേശു പറഞ്ഞൊരു കാര്യം, മനുഷ്യപുത്രൻ സഹിച്ച് മരിക്കണം, വധിക്കപ്പെടും. അവൻ വധിക്കപ്പെടും, പക്ഷേ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് പോലും കാര്യങ്ങൾ അങ്ങ് ഗ്രഹിക്കാനായിട്ട് പറ്റിയില്ല. അതാണ് മാനുഷികമായി ചിന്തിക്കുന്ന, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് ജീവിക്കുന്നവരുടെ ഒരു പ്രത്യേകത. അവർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണുന്നുണ്ട്,
1 കൊറിന്തോസ് 2:14 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായേ അനുഭവപ്പെടും. പക്ഷെ 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ലൗകിക വിജ്ഞാനം, ലോകത്തിൻ്റെതായ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. പറയണ്ടേ, ദൈവം ഭോഷത്വമായിട്ട് കരുതുന്നത് ചിലപ്പോൾ ലോകം ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് കണ്ടെന്ന് വരും. ലൂക്കാ 16:15 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് മനുഷ്യർക്ക് ഉത്കൃഷ്ടമെന്ന് തോന്നുന്നത് ദൈവത്തിന് നികൃഷ്ടമായിരിക്കുക. നമ്മൾ ദൈവത്തിന് ഉത്കൃഷ്ടമായ കാര്യങ്ങളാണ് സ്വന്തമാക്കി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ കൃപ നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.